ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നല്ലൊരു അടിപൊളി ഉന്നക്കായ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ് ഉന്നക്കായ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനായി ഞാനിവിടെ 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് പഴുപ്പുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഓവറായിട്ട് പഴുത്ത പഴം ഉന്നക്കായക്ക് വേണ്ടി എടുക്കരുത്. അതിനായി ഞാനിവിടെ അതിനെ 2 പീസാക്കി കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും എടുക്കാം. ഞാൻ വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ആവിയേറ്റ് വേവിച്ചെടുക്കാം. അതിനായി ഞാനൊരു ഇഡ്ഡലി ചെമ്പിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നേരം കൊണ്ട് തന്നെ വെന്ത് കിട്ടും. പഴം വെന്ത് വരുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഞാൻ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് റേസിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാഷ്യൂനട്ടും റേസിൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാം. അധികം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതും കൂടി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു മുറി അളവിലാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ഏലക്കായ ചതച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് കളറ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു നെയ്യിലൊന്ന് സോട്ടായി വന്നാൽ മതി. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചധികം തന്നെ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് കുറച്ചിട്ട് കൊടുത്താൽ മതി. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ശർക്കര ആയാലും പഞ്ചസാര ആയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടൈം കൊണ്ട് തന്നെ പഴം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഞാൻ ചൂടോടെ തന്നെയാണ് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നത്. ആ ഒരു ചൂട് മാറാതെ തന്നെ പഴം ഇങ്ങനെ ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം ഉടഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് ചൂടോടുകൂടി തന്നെ എടുക്കുന്നത്. ഇതായിപ്പോൾ എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ പോർഷനിലുള്ള ഒരു ഡാർക്ക് പോർഷനില്ലേ, അതൊന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ഈ പഴത്തിന് അധികം അങ്ങനെ ഡാർക്ക് പോർഷനൊന്നും അധികം ഇല്ല. എന്നാലും ഞാൻ ആ ഒരു സെൻറ്ററിൽ ചെറുതായിട്ടുള്ളതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും മാറ്റി കൊടുക്കാം. ഇതായിപ്പോൾ ഞാനിവിടെ എല്ലാത്തിൻ്റെയും ആ ഒരു ഡാർക്ക് പോർഷൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ല, ഒരു ചൂടോട് കൂടി തന്നെ ഉടച്ചു കൊടുക്കുന്നതുകൊണ്ട് വേഗം തന്നെ അതൊന്ന് ഉടഞ്ഞു കിട്ടുന്നുണ്ട്. ഇപ്പം ഞാനിതെല്ലാം ഗ്ലാസ് ഉപയോഗിച്ച് ഉടച്ചിട്ടുണ്ട്. ഇനി എന്നാലും കൈ ഉപയോഗിച്ചുകൂടി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതായിപ്പോൾ അത്യാവശ്യം നല്ല പോലെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിലോട്ട് ഒരല്പം ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഓരോ ഉരുളകളായി എടുത്തിട്ട് ഇങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. അത്യാവശ്യം നല്ല പോലെ ഒന്ന് പരത്തണം. എന്നിട്ട് ഈ ഒരു സെൻറ്റർ പോർഷനിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഫില്ലിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം ആ ഒരു പഴം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ആ ഒരു ഉന്നക്കായുടെ ഷേപ്പ് അറിയാലോ, ആ ഒരു ഷേപ്പിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പം ആ ഒരു ഉന്നക്കായുടെ ഒരു ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കിയെടുക്കാം. സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു ഉന്നക്കായ റെസിപ്പി. അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും. മുമ്പ് മലബാർ ഏരിയയിലൊക്കെ ആയിരുന്നു ഉന്നക്കായ കൂടുതൽ പോപ്പുലർ ആയിരുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഇപ്പം എല്ലാ ഏരിയയിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്.
ഇഫ്താറിനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇപ്പോൾ ആ ഉന്നക്കായ ഞാനിവിടെ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. ഇനി ഇതിലോട്ട് ഓരോരോ ഉന്നക്കായ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴമല്ലേ, അത് വേഗം കളർ മാറി ഒരു കരിഞ്ഞ ഒരു കളറിലോട്ടാവും. ഇപ്പോൾ ദാ ഒരു സൈഡ് ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അത് മറിച്ചിട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ എല്ലാവരും ഇങ്ങനെ മറിച്ച് കൊടുക്കാം. ഞാൻ 1-2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ അത്യാവശ്യം നല്ലപോലെ ഉന്നക്കായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ ഇതാ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ആ ഒരു ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കാരണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസിലൂടെ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.